പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ സങ്കീർത്തന പുസ്തകത്തിലെ 56-ാം അധ്യായത്തിലെ 8-ാം വചനം കാണിച്ചിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവവിശ്വാസിയുടെ പ്രാർത്ഥനയാണത്. അവനറിയാം, അല്ലെങ്കിൽ അവൾക്കറിയാം, അവൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവളാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. അലച്ചിലുകളും കണ്ണീർ കണങ്ങളും ദൈവം അത് അവിടുത്തെ കുപ്പിയിലും അവിടുത്തെ ഗ്രന്ഥത്തിലുമൊക്കെ ശേഖരിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ എല്ലാം ചെറുപ്പകാലം മുതലേ, കുട്ടിക്കാലം മുതലേ സ്കൂളുകളിലും കോളേജുകളിലും അതിനുശേഷം ജോലി കിട്ടിയ സമയങ്ങളിലും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പരിഹാസം കിട്ടിയിട്ടുണ്ടാവും. എന്നതുപോലെ തന്നെ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ നമ്മൾ ബലാത്കാരമായിട്ട്. അപ്പോഴുണ്ടാകുന്ന ആ കണ്ണീർ കണങ്ങൾ അത് ദൈവം അവിടുത്തെ കുപ്പിയിൽ ശേഖരിക്കും. ദൈവവിശ്വാസിയായ നമുക്കെതിരെ നിന്ന, നമ്മളെ കുറ്റപ്പെടുത്തിയ, നമ്മളെ പരിഹസിച്ച് ചിരിച്ച അവർക്ക് ശിക്ഷ ഉറപ്പാണ്. പക്ഷെ നമ്മൾ വീണു പോകരുത്. പലരും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടലുണ്ടായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോയിട്ട് ചിലപ്പോൾ മാനസിക നില തെറ്റി സ്വയം ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും പാടില്ല. ദൈവവിശ്വാസമാണെങ്കിൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മളെ കാത്ത് രക്ഷിക്കും. മനുഷ്യരുടെ ഇടയിൽ പരിഹാസപാത്രമായാലും, നിന്ദിക്കപ്പെട്ടാലും, വിരൂപിയാക്കപ്പെട്ടാലും ഭയപ്പെടേണ്ട. ദൈവം നിന്നെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും. നിന്നെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട്